ഹായ് എവരി വൺ. ആസ് യു ഓൾ നോ, ഡിസംബർ 21 NITയുടെ പ്രിലിംസ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു എക്സാമിൻ്റെ എക്സ്പീരിയൻസുകളെല്ലാം ഷെയർ ചെയ്യാൻ നമ്മുടെ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസിലെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ അവരെങ്ങനെ ഡീൽ ചെയ്തു, എക്സാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് ഓരോരുത്തരിലൂടെ ചോദിച്ചറിയാം. സോ നമുക്ക് ആദ്യം തനുശ്രീയിൽ തന്നെ തുടങ്ങിയാലോ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സോ ആദ്യം ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെന്ന് കണ്ടപ്പോൾ 2 സെക്കൻഡ് ചെറിയൊരു പോസ് ഉണ്ടായിരുന്നു. പതറിയല്ലേ? പക്ഷേ ടൈം അത് മൊത്തം ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് ടൈം വെറുതെ കളയണ്ടെന്ന് വെച്ചാൽ ഉടനെ ഡ്രോയിങ്ങിലോട്ട് തന്നെ പോയി. ഓക്കെ. ഇപ്പം ടൈം മാനേജ്മെന്റ് ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇവിടെ മാക്സിമം എക്സാം അറ്റൻഡ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് വാസ് വെരി യൂസ്ഫുൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ഐഡിയേറ്റ് ചെയ്തിട്ട് തംബ്നെയിൽ ചെയ്തു പോകാനായിട്ട് പറ്റി. അപ്പം ഓരോ ക്വസ്റ്റ്യൻ എല്ലാം വായിച്ചിട്ട് എല്ലാത്തിന്റെയും തമ്മിൽ ഇട്ടിട്ട് പോയിട്ടാണോ ലാസ്റ്റ് ഡീറ്റെയിലിംഗിലേക്ക് പോയത്? അതോ എങ്ങനെയാണ് ആ ഒരു അല്ല, ഇപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്റ്റക്ക് ആവുമല്ലോ. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വായിച്ച് അത് എന്തുവാന്ന് മനസ്സിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻസിലോട്ട് നമുക്ക് പെട്ടെന്ന് ഐഡിയാസ് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ പോയത്. പെട്ടെന്ന് പോയത്. ടൈം ഭയങ്കരമായിട്ട് ചിന്തിച്ച് വേസ്റ്റ് ചെയ്യാണ്ട് അങ്ങനെ പോയത്. നല്ലൊരു മെത്തേഡാണ്. പിന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവിനെ എങ്ങനെയാണ് നമ്മളത് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അത് വിശ്വസിച്ചായിരുന്നു, ആക്ച്വലി അത് അക്സെപ്റ്റ് ചെയ്തായിരുന്നു ആ ഒരു റിയാലിറ്റി? പെട്ടെന്ന് ഞെട്ടി. ശരിക്കും. പിന്നെ നോക്കിയപ്പം ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പേജിൽ മാർക്സ് ഉണ്ടാവുമല്ലോ ഓരോ ക്വസ്റ്റ്യൻ, അത് കൗണ്ട് ചെയ്ത പിന്നെ 100 ആയി. അപ്പൊ പിന്നെ മനസ്സിലായി എന്തായാലും ഫുള്ള് വരയ്ക്കാനാണ് മനസ്സിലായി. ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് എങ്ങനെ സ്ട്രോങ് ആയിരുന്നു നിങ്ങളുടെ? അതിന്റെ വരണ്ടായിരുന്നു തന്നെ ആഗ്രഹം. ആപ്റ്റിറ്റ്യൂഡിന്റെ മെയിൻ ഗുണം മീൻസ് നമുക്ക് ഒരു 5 മിനിറ്റിൽ തീർത്തിട്ട് ബാക്കി ഫുൾ സമയം 70 മാർക്ക് 80 മാർക്ക് വരയ്ക്കാൻ കിട്ടി. ഇത് 100 മാർക്കും വരയിൽ തന്നെ പോകും. അപ്പൊ കുറച്ചുകൂടി ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഫീൽ ചെയ്തല്ലേ? പിന്നെ പറ. അതിപ്പോ ലൈക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു 20 മാർക്സ് 25 ആണെങ്കിൽ 20 to 18 മാർക്സ് നമുക്കൊരു അഷ്യൂർ ചെയ്യായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ഇത് പോയി. പക്ഷെ എന്നാലും ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴൊന്ന് എണ്ണി നോക്കിയപ്പോൾ 100 തികഞ്ഞുകൊണ്ട് അപ്പോഴേ ഒന്ന് മെന്റലി ഒന്ന് പ്രിപ്പയർ ചെയ്തു. ഒരു 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഫുൾ ഡ്രോയിങ് ആണെന്ന് പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഐഡിയേഷൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ബാക്കിലോട്ട് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു സീൻ ഡ്രോയിങ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ആദ്യം ഞാൻ തുടങ്ങി. കാരണം അതിൻ്റെ അത് ക്ലിയർ ആയിട്ട് ഉണ്ടല്ലോ നമുക്ക് എന്താ ചെയ്യാനുള്ളത്. പിന്നെ ഐഡിയ കുറച്ചും കൂടെ വരാനുള്ളത് ഞാൻ കുറച്ച് സമയം എടുത്തു. എന്നിട്ട് ബ്രെയിൻ സ്റ്റോം കുറെ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഐഡിയ വെച്ചപ്പോൾ അങ്ങനെ പ്രഷറോ കാര്യങ്ങളോ? ഞാൻ ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെച്ചില്ല. എനിക്ക് ഐഡിയ വന്നതല്ല. ഞാൻ സീൻ ഡ്രോയിങ് ചെയ്തപ്പോഴേ ഞാൻ ബാക്കിയുള്ള എൻ്റെ ഐഡിയ നോക്കിപ്പോയി. എന്നിട്ട് ലൈക്ക് ഐഡിയസ് കിട്ടാത്തത് അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിച്ചു, ഫ്രഷ് ആയിട്ടൊന്ന് ചിന്തിക്കാന്ന് വിചാരിച്ചു. കൊള്ളാം, നല്ലൊരു അപ്രോച്ചാണ്. അപ്പോൾ ശ്രീ ഗണേഷ്, എങ്ങനെയുണ്ടായിരുന്നു ടൈമിന്റെ ഒരു கன்சியூமிங்? சார் ஆக்சுவலாக நான் ஃபஸ்ட்டு ஆப்டிடியூட் இருக்குன்னு நினச்சேன் சார் எக்ஸாம் போனேன். பட் ஆனால் ஆப்டிடியூடு பதிலாக ஃபுல் ட்ராயிங் வச்சனால ஆப்டிடியூடுக்கு நான் எவ்வளோ டைம் ஸ்பெண்ட் பண்ணுறேனோ அந்த டைம் வந்து கொஸ்டின் ரீடிங் நான் ஃபுல்லாக ஸ்பெண்ட் பண்ணிட்டேன். ஆக்சுவலாக ஃபஸ்ட்டு 20 மினிட்ஸ் ஃபுல் அண்ட் ஃபுல்லாக கொஸ்டின் ப்ராப்பராக வாசிட்டு அதில் வந்து ஒரு ஸ்மாலான தம்ப்நெயில் மட்டும் கிரியேட் பண்ணிட்டேன். ஆக்சுவலாக திங்க்லேயுமே மார்க் டெஸ்ட்டில் தம்ப்நெயில் கிரியேட் பண்ண சொன்னாங்க. ஸோ அந்த தம்ப்நெயில் வந்து இங்கே யூஸ் பண்ணனால எனக்கு கொஞ்சம் எக்ஸாம் ஈஸியாக இருந்த மாதிரி தெரிஞ்சது. ഓക്കെ. സോ നമ്മളിവിടെ തിങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുറേ മോഡൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, അറിയാലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 സംതിങ് അല്ലേ, അത്രയും മോഡൽ എക്സാംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? നല്ല രീതിയിൽ ആണോ? ടൈം മാനേജ്മെന്റ് മെയിൻ ആയിട്ട് ഭയങ്കരമായിട്ട് യൂസ് ഉണ്ട്. നമുക്ക് അതിന്റെ ഫാക്കൽറ്റിന്റെ റിവ്യൂ എടുക്കുമ്പോഴും നമുക്കും ഒരു അഷ്വർ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഒരു 7 മോക്കിൽ കൂടെ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ആയിക്കോട്ടെ, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിൻ്റെ അകത്ത് ഏതൊക്കെ എങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവോയ്ഡ് ചെയ്യണം, എന്തൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത് നമുക്ക് ക്ലാസ്സിലെ ആൾക്കാരുടെ പേപ്പർ നോക്കുമ്പോൾ മനസ്സിലാവുമായിരുന്നു. നല്ലൊരു ഇതായിരുന്നു. സോ എക്സാം സെന്റർ ഒക്കെ എവിടെയാണ് കിട്ടുണ്ടായിരുന്നത്? ശ്രീ ഗണേഷിനോട് എനിക്ക് കൊച്ചിൻ അലുമിൻ കോളേജ്. ഓക്കെ. ബാക്കിയുള്ളവർക്ക് ഒരു സെന്റർ? എനിക്ക് അലുമിൻ സ്കൂളായിരുന്നു എടപ്പള്ളി. നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്നതിനൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത്തവണത്തെ NITയിൽ. അപ്പോൾ സ്കെച്ച് പെൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസ് ഉപയോഗിക്കാനൊക്കെ പറ്റിയോ? അവര് അനുവദിച്ചായിരുന്നു ഇൻവിജിലേറ്റേഴ്സ് ഒക്കെ? കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ടൈം മാനേജ്മെന്റിന് മാക്സിമം എടുത്തൊന്ന് പെൻസിലും കളർ പെൻസിൽസിലും തന്നെ ലിമിറ്റ് ചെയ്തു. ഓക്കെ. സ്കെച്ച് പെൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? ക്വാളിറ്റി കുറവായിരുന്നു. നമ്മുടെ യൂഷ്വൽ A4 പ്രിന്റ് കുറവാണ്. കുറവാണ്. ഓക്കെ. തനിക്ക് കിട്ടിയത് അങ്ങനെ തന്നെയാണോ? അല്ല, എനിക്ക് അത്യാവശ്യം കട്ടിയുണ്ട്, പക്ഷെ എന്നാലും A4 വരെ തന്നെ അല്ല നമ്മുടെ GSM கொஞ்சம் கம்மியா இருக்கிற மாதிரி கொஞ்சம் கம்மியா ஆச்சுல. യെസ്. സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നതും ഉപയോഗിക്കേണ്ടത് വിചാരിച്ചു. പിന്നെ ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ പോയി?
നമ്മുടെ അവിടെ ക്ലോക്ക് ഉണ്ടായിരുന്നു. Clock അപ്പൊ ആദ്യം തന്നെ എക്സാം സെന്ററിൽ സൈഡിലിരുന്ന ക്ലോക്ക് ആയതുകൊണ്ട് ഇൻവിജിലേറ്റർ സെന്ററിലോട്ട് വെച്ചു. അപ്പൊ അതൊരു ഹെൽപ്ഫുൾ ആയി. ஆக்சுவலாக எங்களுக்கு கிளாக்ஸ் அங்கே ப்ரொவைட் பண்ணல. ഇവിടെ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ അനൗൺസ്മെന്റ് പോലെ ഇടയ്ക്കിടയ്ക്ക് സമയം പറയുന്ന രീതിയിൽ. അനുസരിച്ച് പോകാൻ വേണ്ടിട്ട്. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾറെഡി ആ. എക്യുപ്ഡ് ആയിരുന്നല്ലോ ഈ ആ. പറയുന്ന ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യാനായിട്ട്. മെയിൻ ആയിട്ട് ഹെൽപ്ഫുൾ ആയി. ടൈം മാനേജ്മെന്റ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് സംഭവിച്ചാൽ ഭയങ്കരമായിട്ട് റിയലിസത്തിലോട്ടൊന്നും പോകണ്ട എന്നുള്ളതായിരുന്നു. അതായത് നമ്മളിപ്പം കോൺസെപ്റ്റ് കൺവേ ചെയ്താൽ മതി എന്നുള്ള ഡ്രോയിങ്. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പം റിയലിസം പോവാതിരുന്നത് കൊണ്ട് തന്നെ കുറെ ടൈം മാനേജ് ആയി. അവിടെ ഐ തിങ്ക് സ്റ്റുഡൻസിന് റിയലിസത്തിലോട്ടൊക്കെ പോയപ്പോൾ തന്നെ കുറച്ച് സമയം പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. Yes. നമുക്ക് ആ ഒരു സംഭവം ഇല്ല വേണ്ട എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് എല്ലാവരും പറഞ്ഞു Idea ആണല്ലോ main. കൺവേ ചെയ്യണം മാക്സിമം ആയിട്ട്. ஆக்சுவலாக என்ஏடி வந்து எஸ்தெட்டிக் சென்ஸ் ரொம்ப எக்ஸ்பெக்ட் பண்ண மாட்டாங்க. അതാ. கிரியேட்டிவ் ஐடியாலஜி தான் மெயினாக எக்ஸ்பெக்ட் பண்ணுறாங்க. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രസന്റേഷൻ വളരെ സിമ്പിൾ ആണെങ്കിലും ഐഡിയ കൺവേ ചെയ്യാൻ മതി. അതെ, ഐഡിയ ക്ലിയർ ആയാൽ മതി. ഐഡിയ അവർക്ക് ലെജിബിൾ ആണ്. അതാണ്. പക്ഷെ നമ്മൾ യൂസ് ചെയ്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു കുറച്ചുകൂടി- ടെക്നിക്കൽ ആസ്പെക്ട് കുറച്ചുകൂടി കുറച്ചുകൂടെ ഫോക്കസ് technical. ചെയ്യും. എന്തായാലും അത് കുറച്ചുകൂടെ അല്ലേ. പിന്നെ ഇപ്രാവശ്യം എനിക്ക് റൈറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റിനും റൈറ്റിംഗ് എഴുതാൻ പാർട്ട് writing അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ഒരു ഒരു മെയിനായിട്ട് നിങ്ങൾ വിഷ്വൽ പാർട്ട് തന്നെയല്ലേ ആ, എക്സ്പ്ലെയിൻ visual വിഷ്വൽ ക്യൂ വെച്ച് തന്നെയല്ലേ റൈറ്റിംഗ് ചെയ്യുമ്പോഴാണെങ്കിലും ആ ഒരു നീറ്റ്നെസ് ഒക്കെ എങ്ങനെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മനസ്സിലാവുന്നത്. റീഡബിലിറ്റി ആണല്ലോ മെയിൻ ആയിട്ട്. ഇപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ബോൾഡ് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക, അങ്ങനെ അതൊക്കെ അതിനൊന്നും വലുതായിട്ട് സമയം കിട്ടിയില്ല. പടത്തിന്റെ സ്ഥലത്തിന് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി പോയി. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ. അപ്പൊ ആ. ഏത് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്? ഡിഫിക്കൽട്ട് ഇൻ ദ സെൻസ് ബസ്സിന്റെ ഐഡിയ കിട്ടാൻ ഇച്ചിരി ബസ്സിന്റെ ബുദ്ധിമുട്ടായിരുന്നത്. സീറ്റ് ബെൽറ്റിന് പകരം ഓ, സീറ്റ് ബെൽറ്റിന്റെ ഒരു സഡൻ ബ്രേക്ക് കൊടുക്കുമ്പോൾ സീറ്റ് ബെൽറ്റിന് വരും കുട്ടികൾക്ക് ഇഞ്ചുറി പറ്റാതിരിക്കാൻ വേണ്ടി. ഗണേഷ് എന്താ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത്? ഐഡിയേഷൻ എങ്ങനെയായിരുന്നു ചെയ്തത്? சார் நான் வந்து ஸ்கூல் பேக்ஸை ஃப்ரண்ட்டில் போடுற மாதிரியான ஒரு வே வச்சுருந்தேன். ഓക്കെ, அதுக்கப்புறம் மெட்ரோ ட்ரெயின்ஸில் இருக்கிற மாதிரி ஃபேஸ் டு ஃபேஸ் சீட்டிங் வச்சுருந்தேன் சார். ഫേസ് ടു ഫേസ്. அதுக்கப்புறம் ஃபஸ்ட்டு இது வந்து டக்கோடைய பயோமெமிக்ரி எடுத்திருந்தேன். ஆக்சுவலாக இங்கே பயோமெமிக்ரி வந்து கிட்ஸுக்கு யூஸ் பண்ணோம்னா இன்னும் யூஸ்ஃபுல்லாக இருக்கும்னு திங்கில் ஏற்கனவே சொல்லி கொடுத்தாங்க. ஸோ அதனால ஃபஸ்ட்டு வே வந்து டக்கோட பயோமெமிக்ரி எடுத்திருந்தேன் சார். ஐ மீன் கிட்ஸ் எல்லாம் அதை பிடிச்சிட்டு உட்காந்துருக்கிற மாதிரி. ഓക്കെ, அதனால ஃப்ரண்ட்டில் வந்தாலுமே அது அவங்களுக்கு ஹிட் ஆகாது. அதனால தான் அந்த 3 வேஸ் யூஸ் பண்ணியிருக்கேன். ഓക്കെ. അതിലോ? ഞാൻ തൊട്ട് ഫ്രണ്ടിലുള്ള സീറ്റിലൊരു ബലൂൺ പോലെ ഒരു സിലിക്കൺ അല്ലെങ്കിൽ ഒരു മെമ്മറി ഫോമിന്റെ ഒരു ഫ്ലവർ അല്ലെങ്കിൽ ആനിമലിന്റെ ഒരു പ്രൊജക്ഷൻ കൊടുത്തു. അപ്പൊ അഥവാ എന്തെങ്കിലും വന്നാലും അതിലൊന്ന് ഇടിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇഞ്ചുറി വരില്ല. ആൻഡ് നോർമലി ആണെങ്കിലും സ്കൂൾ ബസ്സിൽ അതൊരു ഡെക്കറേറ്റീവ് ആയിട്ട് ഇരിക്കും. പിന്നെ വന്നതെന്ന് പറഞ്ഞാൽ അഥവാ ഒരു സഡൻ ബ്രേക്ക് അല്ലെങ്കിൽ ഒരു ജേർക്ക് വരുമ്പോൾ തന്നെ ബസ്സിന്റെ രണ്ട് സൈഡിൽ നിന്നും ഒരു സിലിക്കൺ റിംഗ്, ഒരു കുറച്ച് മെമ്മറി ഫോം അല്ലെങ്കിൽ സിലിക്കൺ റിംഗ് വന്നിങ്ങനെ ആ കുട്ടീനെ ഹഗ് ചെയ്യുന്ന പോലെ ആവും. അപ്പൊ ലൈക്ക് ഫ്രണ്ടിലോട്ട് പോരും. നമ്മള് എയർ ബാഗ് വർക്ക് ചെയ്യുന്ന ഒരു സെയിം പ്രിൻസിപ്പിൾ. എന്നിട്ട് അത് ഡ്രൈവറിനെ റിമൂവ് ചെയ്യാം. പിന്നെ ബാക്കി ഒരു തേർഡ് ആയിട്ട് ഞാൻ ജസ്റ്റ് സീറ്റ് ഒന്ന് ടിൽറ്റ് ചെയ്തു ഒരു 30 ഡിഗ്രി ക്ലോക്ക് വൈസ്. എന്നിട്ട് ഒരു ലിഡും കൂടെ കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചു അത് വർക്ക് ചെയ്യുമെന്ന്. പക്ഷെ എനിക്ക് ആ ഒരു ഡിഗ്രി ബാക്ക്വേർഡ്. ബാക്കിലോട്ട് ടിൽറ്റ് ചെയ്തു. എന്നിട്ട് ഫ്രണ്ടിലൊരു ചെറിയൊരു കവറും കൂടെ കൊടുത്തു. അപ്പം വലുതായിട്ട് ഒന്നും പറ്റില്ലെന്ന് ആ ഒരു ഐഡിയ എനിക്ക് കുറച്ചൊന്നും പ്രശ്നം തോന്നുന്നു. തോന്നി അല്ലേ? ഞാൻ ചെയ്ത മീൻസ് ഒന്ന് റോളർ കോസ്റ്റർ പോലത്തെ സംഭവം ഉണ്ടല്ലോ ഇവിടെ വന്ന് ലോക്ക് ആവുന്ന അതിൽ തന്നെ അതിന്റെ ഒരു സെറ്റിൽ ആയിട്ടുള്ള സംഭവം ചെയ്തിട്ട് കുറച്ച് അത്ര റിജിഡ് അല്ല, കുറച്ചുകൂടെ കുട്ടിയെ കംഫർട്ടബിൾ ആയി ചെയ്തിട്ട് അതിൽ കുറച്ച് ചെറിയ ഇതിന്റെ ഇവിടെ വരുന്ന സംഭവം കുറച്ച് ഫ്ലാറ്റ് ആക്കി അവിടെ കുറച്ച് പസിൽസും കുഞ്ഞ് ഗെയിംസും പോലെ സംഭവം കൊടുത്തു പിള്ളേർ കളിച്ചോണ്ടിരിക്കാൻ വേണ്ടി. വേറെ ഒന്നും ചെയ്ത മീൻസ് ഒരു ബാഗ് സീറ്റിൽ തന്നെ കുറച്ച് അകത്തോട്ടുള്ള കവ് കൊടുത്തിട്ട് ബാഗ് നമ്മൾ ഇരിക്കുമ്പോൾ അതിലോട്ട് അകത്താവും. എന്നിട്ട് ബാഗ് ലോക്ക് ആവും. ഇവിടെ നമുക്ക് ബാഗ് ഇട്ടോണ്ട് തന്നെ ഇരിക്കാം. ബാഗിന്റെ ഈ സ്ട്രാപ്പ് തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റ് പോലെ ആക്ട് ചെയ്യും. അങ്ങനത്തെ സംഭവം ചെയ്യും. എല്ലാവരും തന്നെ അത്യാവശ്യം ഒരു ഫോം ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കിലേക്കോ എയിലേക്കൊന്നും ഐഡിയേഷൻസ് കൊടുത്തതിൽ സന്തോഷം. പിന്നെ എത്രയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും. കൈയുടെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് തീർക്കാൻ പറ്റും. കൈയും ഓബ്ജക്റ്റും വിഷ്വൽ. ഓൾറെഡി എനിക്ക് തോന്നുന്നു കയ്യിൽ നമ്മൾ വെച്ചിട്ട് ഒരു സംഭവം നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നമ്മൾ തിങ്കിൽ പഠിപ്പിച്ചതിന്റെ ബോട്ടിലിന്റെ ക്വസ്റ്റ്യൻ അതെ അതെ നമ്മള് ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ട് ഡസ്റ്റ്ബിന്നിന്റെ 3 സ്ഥലത്തുള്ള സാധനത്തിന്റെ ഏകദേശം എക്സാക്ട് ബോട്ടിലോട്ട് എനിക്ക് ആ ഒരു റിലീഫ് തോന്നിയായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ സാധനം മറ്റേതിലേക്ക് അങ്ങനെ കുട്ടികളുടെ കിൻഡർ ഗാർഡന്റെ സംഭവം നല്ലതായിരുന്നു. യെസ്, NID എക്സാം എപ്പോഴും ഒരു എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ ഇവിടുന്ന് എപ്പോഴും പറയാം. അല്ലെ, എന്ത് വേണേലും പ്രതീക്ഷിക്കാം, ഏത് രീതിയിലും ചോദ്യം ചോദിക്കാം.
പക്ഷേ നിങ്ങളുടെ ആ ഒരു സ്കിൽ സെറ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുക. അത്യാവശ്യം ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഇതിന് ഇത് ചെയ്യാൻ പറ്റും, ഇതിന് ഇത് ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇത്തവണത്തെ NID-യിലുള്ള എന്തായിരുന്നു നിങ്ങളെ സർപ്രൈസ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം? ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തത് പോയത്. കുറച്ചെങ്കിലും പ്രതീക്ഷ 10 മാർക്കെങ്കിലും 10 മാർക്കെങ്കിലും പ്രതീക്ഷിച്ചു. പക്ഷെ വന്നില്ല, വന്നില്ല. ഒന്നുമില്ല, ഭയങ്കര ഒരു കംപ്ലീറ്റ് സീറോ. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ക്വസ്റ്റ്യൻ പേപ്പർ മിസ്സായി പോയതാണോ, ഇനി തരാനുണ്ടോ? അങ്ങനെ ചിന്തിച്ചായിരുന്നു. കുറച്ച് സമയം കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ഒന്ന് എന്നിട്ട് എണ്ണി നോക്കിയപ്പോ 100 മാർക്സ് ഓക്കെ ഔട്ട് ഓഫ് 100 അല്ലേന്നൊക്കെ ഒന്ന് നോക്കി. അപ്പോഴാണ് ഒരു കൺഫർമേഷൻ ആയത്. പിന്നെ NID ഫുൾ ഓഫ് സർപ്രൈസസ്. അപ്പൊ പിന്നെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യാൻ നമ്മളായിരുന്നു ചെയ്യാൻ. നെക്സ്റ്റ് ഓപ്ഷൻ. ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ എത്ര നേരം എടുത്തു നിങ്ങൾ ആക്ച്വലി? 2 മിനിറ്റ് രണ്ട് കൂടുതൽ സമയം ഇല്ലല്ലോ വേസ്റ്റ് ചെയ്യാൻ. ഇല്ല വേസ്റ്റ് അതുകൊണ്ട് അങ്ങനെ എടുത്തു. കൊള്ളാം, നല്ല മൂവ്. ஆக்சுவலாக அந்த கொஸ்டின் பேப்பர்லேயே அந்த 100 மார்க்ஸுக்கான 15, 20 ഇത് കൗണ്ട് ചെയ്തപ്പോൾ തന്നെ കൗണ്ട് ചെയ്തിട്ട് பண்ண உடனே எனக்கு தெரிஞ்சிருச்சு. അപ്പോഴും ഞെട്ടി. ചില സ്റ്റുഡൻസ് ആക്ച്വലി നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ആദ്യം അവർ വിചാരിച്ചത് എന്താ ഇനി എന്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ വരാനുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ കൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴാണ് അവർക്കത് മനസ്സിലായെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ബിറ്റ് സർപ്രൈസ്. എക്സാം തുടങ്ങുന്നതിന് മുമ്പേ ഒരു മാർക്ക് കൗണ്ട് ചെയ്തപ്പോൾ തന്നെ ഏകദേശം കത്തി ആപ്റ്റിറ്റ്യൂഡ് കാണത്തില്ല. ആപ്റ്റിറ്റ്യൂഡ് ഇല്ലായിരുന്നു നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നോ, അതോ ഇപ്പോൾ ഡ്രോയിങ് ഇപ്പം കുറേ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ ബുദ്ധിമുട്ടായോ? ടൈം മാനേജ്മെന്റ് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ആപ്റ്റിറ്റ്യൂഡും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു 20 മാർക്സ് നമുക്കൊന്ന് അവിടെ ഉറപ്പിക്കായിരുന്നു. അഷുറൻസ് അഷുറൻസ് ഇല്ലാത്ത രീതിയിൽ പോയല്ലേ. ഇപ്പം കംപ്ലീറ്റ് ഡ്രോയിങ് ആയതുകൊണ്ട് ഫിനിഷ് ചെയ്യാനൊക്കെ പറ്റി. ടൈം മാനേജ്മെന്റ് ഇവിടെ നമ്മൾ മോക്ക് എഴുതിക്കൊണ്ട് ഇവിടെയും അത്യാവശ്യം 60-40, 25-75 അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈം മാനേജ്മെന്റ് വലിയ കുഴപ്പമില്ല. പിന്നെ all good. അപ്പോൾ ഈ ആക്ച്വലി ഇപ്പോൾ NID എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇവിടെ കുറേ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം അത് വെച്ച് കമ്പയർ നോക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഡിഫറൻസും സിമിലാരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ടൈം മാനേജ്മെന്റ് ആണ്. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മോഡൽ എക്സാംസിന് നമുക്ക് ദ മോസ്റ്റ് ഓഫൺ നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്ത ലൈക്ക് റാങ്ക് ലിസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പേപ്പർ കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഐഡിയാസ് NIDക്ക് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പൊ അത്രത്തോളം ഓപ്പൺ ആയിട്ട് ചിന്തിക്കാൻ പറ്റും. എല്ലാം കുറെ കുട്ടികളുണ്ടല്ലോ, അവരുടെ എല്ലാം പേപ്പർ നോക്കുമ്പോൾ പല ഐഡിയാസ് പല കിട്ടും. പല ഐഡിയാസ്. നമുക്ക് ചില ക്വസ്റ്റ്യനിൽ വീക്ക് ആയിരിക്കും ഐഡിയ, അത് വേറെ കുട്ടിയുടെ നിന്ന് കിട്ടും. എല്ലാം കൂടെ എങ്ങനെയൊക്കെ ചിന്തിക്കാം, ഇങ്ങനെയൊക്കെ വരാം എന്നുള്ളൊരു കോൺസെപ്റ്റ് കിട്ടും. കുറച്ചും കൂടെ ക്യാച്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സാമിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ഓരോ മോഡലിൽ അങ്ങനെ കണ്ടു, ഒരു മോഡലിൽ കണ്ടു, അടുത്ത മോഡലാകുമ്പോൾ അതിങ്ങനെ നമ്മൾ കുറച്ചും കൂടെ ഇംപ്രൂവൈസ് ചെയ്ത് യൂസ് ചെയ്തു. ഇതൊക്കെ കോമൺ ആയിട്ട് ഐഡിയാസ് വരും. അപ്പൊ അതൊക്കെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളൊരു പിന്നെ ഒന്നുമില്ലായ്മയിൽ നിന്ന് എങ്ങനെ ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ആസ്പെക്ട് ഒക്കെ ഇങ്ങനെ ആ തിങ്കിങ് പ്രോസസ് അവരത് ചെയ്തെടുത്തു. ഇന്ററാക്ടും ചെയ്യാമല്ലോ. അപ്പൊ അതെ. കുറച്ചുകൂടെ better. ലൈവായിട്ട് എക്സാമ്പിൾസ് ഡിസൈനേഴ്സ്. ശ്രീഗണേഷ് എങ്ങനെ ഫീൽ ചെയ്തു? எனக்கு மேக்ஸிமம் அந்த குரு அண்ட் இடியட் கொஸ்டின் வந்து ரொம்ப ஹியூமரஸ் வேல அப்ரோச் பண்ண முடிஞ்சது. ஆல்ரெடி இங்கே ஸ்டோரி போர்ட்ஸ் ரொம்ப கொஸ்டின்ஸ் இங்கே கொடுத்தனால அதனால எனக்கு வந்து ரொம்ப ஈஸியாக இருந்தது அந்த கொஸ்டின் அட்டன் பண்ணுறதுக்கு. യെസ്. പിന്നെ ഒരു കോംപ്രഹെൻസീവ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു, ഒരു പാസേജ് ഒക്കെ തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ സംഭവം ആ, അതെ. എങ്ങനെ? സോളാർ പാനലിന്റെ പുതിയൊരു എക്സ്പീരിയൻസ്. പുതിയൊരു example. സോഷ്യൽ മീഡിയ പോസ്റ്റ് പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ, നമ്മൾ പ്രീവിയസ് ഇയർ മോക്കിലെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് അതൊരു പക്ഷെ നമ്മൾ പഠിച്ച ഒരു 2D കോമ്പോസിഷൻ ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റുഡിയോ കോമ്പോസ്റ്റും പോസ്റ്ററും ഒക്കെ വെച്ച് കമ്പൈൻ ചെയ്ത് തന്നെ ചെയ്യാൻ പറ്റി. 3 പോസ്റ്റർ. 3 പോസ്റ്റർ. ടു മച്ച്. 3 പോസ്റ്റേഴ്സ് இருக்கனால நான் என்ன பண்ணேன்னா இன்ஸ்டாகிராம், ட்விட்டர், அதுக்கப்புறம் யூடியூப் தம்ப்நெயில்னு சொல்லி 3 டிஃப்ரெண்ட் கவர்ஸ் யூஸ் பண்ணி அந்த போஸ்டரை ഓ അത് 3 പ്ലാറ്റ്ഫോമിലേക്ക് കൊടുക്കാം. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, 3 കൊടുക്കാം. അത് പിന്നെ അതിൻ്റെ അകത്ത് റൈറ്റ് അപ്പ് ഉണ്ടായിരുന്നു. നമുക്ക് വായിച്ചിട്ട് മനസ്സിലായ എക്സ്പ്ലനേഷൻ എഴുതണം, എഴുതിയതിനൊരു ക്യാപ്ഷൻ എഴുതണം. അപ്പൊ കുറച്ച് റൈറ്റ് അപ്പ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു പോസ്റ്റ് ഉണ്ടാക്കുന്നത്, പിന്നെ അതിന് പോസ്റ്റ് അനുസരിച്ചിട്ടുള്ള ക്യാപ്ഷനും ഇത് മാച്ച് ആവണമല്ലോ. അപ്പൊ ഇത് ഇച്ചിരി തിങ്ക് ചെയ്യേണ്ട ഒരു പ്രോസസ് ആയിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ ഒരു ട്രെൻഡിങ് ഭയങ്കര ബുക്കൊക്കെ ആ, ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും കണ്ട അട്രാക്ട് ചെയ്ത് പെട്ടെന്ന് നോക്കണം, ലൈക്ക് ചെയ്യാൻ തോന്നണം, കമന്റ് ചെയ്യാൻ തോന്നണം, ഷെയറബിൾ ആവണം. Yes. പിന്നെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു, ഒരു സ്പെക്സ് ബാക്കിലേക്ക് വളച്ചു വെച്ചുള്ള സംഭവം. അതെങ്ങനെ പോയിണ്ടായി? അത് വന്നപ്പോ ഒരു 3 ഡിഫറെന്റ് വേസിൽ, എന്ന് വെച്ചാൽ ഇപ്പം അതിന്റെ ഷേപ്പ് തന്നെ 3 റിപ്പീറ്റ് ആവരുത് എന്നുള്ളൊരു മൈൻഡിലുണ്ടായിരുന്നു. അപ്പം വേണമെങ്കിൽ ഒന്ന് കുറച്ച് ഹ്യൂമറസ് ആയിട്ട്, ഒന്ന് അതിന്റെ ടെക്സ്ചർ വെച്ചിട്ട്, ഒന്ന് അല്ലാണ്ട് അതിന്റെ ഷേപ്പ് വെച്ചിട്ട് അപ്രോച്ച് ചെയ്യാമെന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയോ? അത്യാവശ്യം നന്നായിട്ട് ഓക്കെ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി. അത് കോമൺ ആയിട്ട് ഇതൊക്കെ വരും എന്നുള്ളൊരു, എന്തൊക്കെ കോമൺ ആയിട്ട് വരാം എന്ന് പറഞ്ഞാൽ അത് എലിമിനേറ്റ് ചെയ്തിട്ട് അറ്റംപ്റ്റ് ചെയ്തൊരു ശ്രീഗണേഷ് எப்படி இருந்தது அந்த பிரசன்டேஷன்? சார் அதில் அந்த கொஸ்டினில் லிமிட்டேஷன் என்னன்னா, அது வந்து ஸ்டிஃப் ரப்பர்னு சொல்லியிருந்தாங்க. ஸோ வி கான் சேஞ்ச் தி ஷேப்.
அது வந்து அது ரொம்ப மெயின். அது ரொம்ப யாரும் பார்க்க மாட்டாங்க. கொஸ்டின் ரீட் பண்ணுறதுல இந்த இடத்துல தான் நம்ம வந்து ரொம்ப யூஸ்ஃபுல்லாக இருக்கும்னு நான் சொல்கிறேன். ஆக்சுவலாக நான் என்ன பண்ணியிருந்தேன்னா, மென் உமன் அந்த ரெஸ்ட் ரூம் உடைய அந்த வேஸ் இருக்கிற மாதிரி நான் பண்ணியிருந்தேன். ஓகே. அது ஃபர்ஸ்ட் வே. அதுக்கப்புறம் ரேண்டமாக புக் ஹோல்டர், அதுக்கப்புறம் கிளாத்து ஹேங்கர், அது மட்டும்தான் எனக்கு வந்தது ஐடியா. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ടൂത്ത് ബ്രഷിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ലായിരുന്നു. എനിക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിമിലർ പാറ്റേൺ തോന്നി. പിന്നെ പ്രോഡക്റ്റ് ഡിസൈൻ്റെ റെപ്രസെന്റേഷൻ രീതികളൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസന്റേഷൻ അത്യാവശ്യം കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടുണ്ട്. കുറെ പ്രാവശ്യം ഇവിടെ ചെയ്തതുകൊണ്ട് പ്രസന്റേഷൻ നല്ലതാക്കി ചെയ്യാൻ പറ്റി. ഐഡിയാസ് കുറച്ച് ഒരെണ്ണം കോമൺ ആണെങ്കിലും ബാക്കി എല്ലാത്തിനും പ്രസന്റേഷൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. യെസ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ഒക്കെ അറിഞ്ഞു. അപ്പോൾ ഇനി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുമെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇത്തവണത്തെ NID എക്സാം നിങ്ങൾ ഏത് രീതിയിലും റേറ്റ് ചെയ്യും? ഈസി ടു ഡിഫിക്കൽട്ട്? മോഡറേറ്റ് എക്സാം. കുറെ ചെയ്യാനുണ്ടായിരുന്നെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് ഇൻഡിവിജ്വലി അത്യാവശ്യം ഈസി ആയിരുന്നു. പിന്നെ എല്ലാം കൂടെ വരുമ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും லென்த்தி எக்ஸாம்னால கொஞ்சம் டைம் மேனேஜ்மெண்ட் வேணும். ടൈം ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെയാണ്. യെസ്, മോഡറേറ്റ്. സാറ്റിസ്ഫൈഡ്? ഓൾമോസ്റ്റ് ഏകദേശം. അപ്പോൾ നല്ലൊരു കാര്യമാണ് അത് അറിഞ്ഞത്. അവർ സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി എല്ലാവരും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും അവരവരുടെ NID എക്സാമിൻ്റെ ഒരു റിവ്യൂ എല്ലാവരും കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. യെസ്. സോ സി ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.